Morning students. Today take page number 93. In our last classes we have discussed about television, radio, computers, books, etc. Yesterday we discussed about a poem. We discussed a poem named Books. Today we have a story. Page number 93. മിക്കായിൽ സോച്ചെങ്കോ എന്ന എഴുത്തുകാരൻ്റെ ഒരു കഥയാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം നോക്കാം. മിക്കായിൽ സോച്ചെങ്കോ 1895-1958 വാസ് എ സോവിയറ്റ് ഓതർ ആൻഡ് സറ്റയറിസ്റ്റ്. സോവിയറ്റ് യൂണിയൻ, അതായത് റഷ്യക്കാരനായ ഒരു എഴുത്തുകാരനാണ്. ഹി വാസ് എ മെമ്പർ ഓഫ് ദി ഫേമസ് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് കാളിംഗ് ദംസെൽസ് ദി സെറാപ്പിയൻ ബ്രദേഴ്സ് എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എഴുത്തുകാരിൽ പെടുന്ന ആളാണ് അദ്ദേഹം. സോച്ചെങ്കോ റോട്ട് എ സീരീസ് ഓഫ് ചിൽഡ്രൻസ് ഷോർട്ട് സ്റ്റോറീസ്. ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ധാരാളം ചെറുകഥകൾ എഴുതിയ ആളാണ് സോച്ചെങ്കോ. ഓക്കെ, ലെറ്റ്സ് കം ടു ദി ടോപ്പിക്. ഇൻ ദിസ് ഫാസ്റ്റ് ഗ്രോവിങ് വേൾഡ്, ഇന്ന് ഈ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ലിറ്ററസി ഈസ് ക്വൈറ്റ് എസെൻഷ്യൽ. സാക്ഷരത, ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരാഭ്യാസം. ഈസ് ക്വൈറ്റ് എസെൻഷ്യൽ, അത് തികച്ചും അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് വിദ്യാഭ്യാസം. ബട്ട് വി നോ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു കനോട്ട് ഈവൻ റീഡ് ആൻഡ് റൈറ്റ്. പക്ഷേ നമുക്കറിയാം ധാരാളം ആളുകളും ഇന്നും ലോകത്ത് എന്തുണ്ട്? എഴുത്തും വായനയും അറിയാത്തവരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അല്ലേ? വി മസ്റ്റ് തിങ്ക് ഓഫ് വേസ് ടു ഹെൽപ്പ് ദം. അവരെ സഹായിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഹിയർ ഈസ് എ സ്റ്റോറി ദാറ്റ് ടെൽസ് യു അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ലിറ്ററേറ്റ്. ഇവിടെ ഒരു കഥയുണ്ട്. ആ കഥയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ലിറ്ററേറ്റ്. വിദ്യാസമ്പന്നരായിരിക്കുന്നതിൻ്റെ, അക്ഷരാഭ്യാസമുള്ളവരായിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് വിളിച്ചോദിക്കുന്ന ഒരു കഥയാണ്. ലെറ്റ്സ് റീഡ് ഇറ്റ്. The name of the story is Polya. Okay? Polya was an illiterate woman. Polya was listen to the textbook. Read once or twice before my class. Okay? Here, let's come. Polya was an illiterate woman. Polya ഒരു വിദ്യാഭ്യാസമില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. ഷീ കുഡിൻറ്റ് ഈവൻ റൈറ്റ് ഹെർ നെയിം. അവളുടെ പേര് പോലും എഴുതാൻ അവർക്കറിയില്ലായിരുന്നു. പോളിയാസ് ഹസ്ബൻഡ് ഹവർ വാസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. പക്ഷേ പോളിയയുടെ ഹസ്ബൻഡ് ആരായിരുന്നു? എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. വളരെ റെസ്പോൺസിബിളായിട്ടുള്ള, വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ഹി ഹാഡ് വൺസ് ബീൻ എ സിമ്പിൾ പെസൻറ്റ്. പക്ഷേ പണ്ട് അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? എ സിമ്പിൾ പെസൻറ്റ്, ഒരു സാധാരണ പെസൻറ്റ്. എന്താ പെസൻറ്റ്? പെസൻറ്റ് എന്ന് പറഞ്ഞാൽ കർഷകൻ, ഒരു സാധാ കർഷകനായിരുന്നു അദ്ദേഹവും. ബട്ട് 5 years ഇൻ ദി സിറ്റി ഹാഡ് ടോട്ട് ഹിം എ ലോട്ട്. പക്ഷേ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സിറ്റിയിലുള്ള താമസം അദ്ദേഹത്തെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു. നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് ഹിസ് നെയിം, അവൻ്റെ പേരെഴുതാൻ മാത്രമല്ല അവൻ പഠിച്ചത്, ബട്ട് ഓൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ, എങ്ങനെ ഒരു നല്ല വിജയിയായ ഓഫീസർ ആവാം എന്നൊക്കെ ഈ സിറ്റിയിലെ വാസം അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഹൗവർ ഹി വാസ് നോട്ട് വെരി ഹാപ്പി ടു ഹാവ് ആൻ ഇല്ലിറ്ററേറ്റ് വൈഫ്. പക്ഷേ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, അക്ഷരാഭ്യാസമില്ലാത്ത ഭാര്യ ഉള്ളതിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു, അദ്ദേഹം സന്തോഷവാനായിരുന്നില്ല. പോളിയ, യു ഓട്ട് ടു അറ്റ്ലീസ്റ്റ് ലേൺ ഹൗ ടു റൈറ്റ് യുവർ നെയിം. ഹി യൂസ്ഡ് ടു സേ ടു ഹിസ് വൈഫ്. തൻ്റെ ഭാര്യയോട് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, എന്ത്? പോളിയ, യു ഓട്ട് ടു അറ്റ്ലീസ്റ്റ് ലേൺ ഹൗ ടു റൈറ്റ് യുവർ നെയിം. നീ നിൻ്റെ പേരെങ്കിലും എഴുതാനൊന്ന് പഠിക്കണം എന്ന് പറയുമായിരുന്നു. മൈ ലാസ്റ്റ് നെയിം ഈസ് ആൻ ഈസി വൺ, 2 syllables. എന്നിട്ട് അദ്ദേഹം പറയും, എൻ്റെ പേരിൻ്റെ അവസാന അക്ഷരം വളരെ
ഈസിയാണ്. ഓൺലി 2 syllables, 2 അക്ഷരം മാത്രമേ ഉള്ളൂ. എന്താണത്? കുച്കിൻ, എൻ്റെ ലാസ്റ്റ് നെയിമിൻ്റെ ആ ഭാഗം. ആൻഡ് സ്റ്റിൽ യു കാൺ റൈറ്റ് ഇറ്റ്, അതുപോലും നിനക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ഐ വിഷ് യു വുഡ് ലേൺ, നീ പഠിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പോളിയോട് എന്നും അദ്ദേഹം പറയും. പോളിയ യൂസ്ഡ് ടു വേവ് ഇറ്റ് അസൈഡ്, പോളിയ എന്നും അതെന്ത് ചെയ്യാറാണ്? അദ്ദേഹം പറയുമ്പോഴൊക്കെ യൂസ്ഡ് ടു വേവ് ഇറ്റ് അസൈഡ്. വേവ് ഇറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൈവീശി ഡിസ്മിസ് സംതിങ് ആസ് അൺനെസസറി, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന അർത്ഥത്തിൽ അവൾ അതിനെ ഒഴിവാക്കി വിടാറായിരുന്നു പതിവ്. ദർ ഈസ് നോ യൂസ് ഇൻ മൈ ട്രൈങ് ടു ലേൺ ഇറ്റ് നൗ ഇവാൻ, ഇനിയിപ്പോൾ അതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല ഇവാൻ. തൻ്റെ ഭർത്താവായ ഇവാനോട് പറയാണ് പോളിയ, ഇനിയിപ്പോൾ അതൊന്നും പഠിച്ചിട്ടൊരു ഉപയോഗവുമില്ല ഇവാൻ. ഷീ വുഡ് ആൻസർ എന്നും പറഞ്ഞാണ് അവൾ അതിന് മറുപടി കൊടുക്കാറ്. ഐ ആം ഗെറ്റിംഗ് ഓൾഡ്, എനിക്ക് വയസ്സായി വരികയാണ്. മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്, എൻ്റെ വിരലുകളെല്ലാം സ്റ്റിഫായി വരികയാണ്. അങ്ങനെ അതായത് പറഞ്ഞെടുത്തൊന്നും കിട്ടാത്ത അവസ്ഥ, വിരലുകളൊന്നും വഴങ്ങാത്ത അവസ്ഥയായി വരികയാണ്. വൈ ഷുഡ് ഐ ട്രൈ ടു റൈറ്റ് നൗ, ഇനി എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? ലെറ്റ് ദി യങ് വൺസ് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്, ചെറുപ്പക്കാരല്ലേ, കുട്ടികളല്ലേ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കേണ്ടത്. പോളിയാസ് ഹസ്ബൻഡ് വാസ് എ ടെറിബിളി ബിസി മാൻ ആൻഡ് ഡിഡ് നോട്ട് ഹാവ് ദി ടൈം ടു ആർഗ്യൂ വിത്ത് ഹിസ് വൈഫ്. പോളിയയുടെ ഹസ്ബൻഡ് ഇവാന് വളരെയധികം ബിസി ആയിട്ടുള്ളൊരു ആളായിരുന്നു. അതുകൊണ്ട് അവളായിട്ട് ആർഗ്യൂ ചെയ്യാനൊന്നും സമയമുണ്ടായിരുന്നില്ല, വാദപ്രതിവാദം നടത്താനൊന്നും അവന് സമയമുണ്ടായിരുന്നില്ല. സോ ഹി കെപ്റ്റ് ഹിസ് മൗത്ത് ഷട്ട്, അതുകൊണ്ട് അവൻ വാ മൂടി കെട്ടിയിരുന്നു, അധികം സംസാരിക്കാതിരുന്നു ഇതിനെക്കുറിച്ച്. ബട്ട് വൺ ഡേ ഇവാൻ നിക്കോളോവിച്ച് കുച്കിൻ, അവൻ്റെ മുഴുവൻ പേരാണെന്ത്? ഇവാൻ നിക്കലോവിക് കുച്കിൻ ഡിഡ് ബ്രിങ് ഹോം എ സ്പെഷ്യൽ ലിറ്റിൽ ബുക്ക്. ഒരു ദിവസം അവനൊരു ചെറിയ പുസ്തകം കൊണ്ടുവന്നു വീട്ടിലേക്ക്. ഹിയർ പോളിയ, ഹി സെഡ്, ഈസ് ദി ലേറ്റസ്റ്റ് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അപ് ടു ഡേറ്റ് മെത്തേഡ്സ്. അദ്ദേഹം പറയാണ്, ഹിയർ പോളിയ, ഹിയർ ദിസ് ബുക്ക് ഈസ് ദി ഈസി ടു ടീച്ച് യുവർ സെൽഫ് റഷ്യൻ ഭാഷ ഈസിയായി പഠിക്കുന്ന ഒരു ബുക്കാണിത്. വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അപ് ടു ഡേറ്റ് മെത്തേഡ്സ്. ദിസ് ബുക്ക് ഈസ് ബേസ്ഡ് ഓൺ ദി അപ് ടു ഡേറ്റ് മെത്തേഡ്സ്. ഇന്ന് നിലവിലുള്ള ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പുസ്തകമാണിത്. ഐ ആം ഗോയിങ് ടു ഷോ യു ഹൗ ടു യൂസ് ഇറ്റ്. ഐ ആം ഗോയിങ് ടു ഷോ യു ഹൗ ടു യൂസ് ദിസ് ബുക്ക്. ഈ പുസ്തകം എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പോളിയയോട് ഇവാൻ പറഞ്ഞു. പോളിയ ഗേവ് എ ക്വൈറ്റ് ലോഫ്. വെൻ എവർ ഷീ സോ ദിസ്, ഷീ ഹിയർ ദിസ്, ഷീ ലോഫ്ഡ്. അവൾ വെറുതെ ചിരിക്കുക ചെയ്തത്. പോളിയ വെറുതെ ചിരിച്ചു. ടുക്ക് ദി ബുക്ക് ഇൻ ഹെർ ഹാൻഡ്, ടേൺഡ് ഇറ്റ് ഓവർ ആൻഡ് ഹിഡ് ഇറ്റ് ഇൻ ദി കബോർഡ്. അവൾ അതൊന്ന് എടുത്തു, എന്നിട്ട് അതൊന്ന് കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നോക്കി. ആൻഡ് ഷീ പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദി കബോർഡ്. എന്നിട്ട് അവൾ അത് കബോർഡിൽ വെച്ചു. ആസ് ഇഫ് ടു സേ, ലെറ്റ് ഇറ്റ് ബി ദർ, മേ ബി അവർ ഗ്രാൻഡ് ചിൽഡ്രൻ വിൽ ഹാവ് സം യൂസ് ഫോർ ഇറ്റ്. എന്നിട്ട് അവൾ പറയാണ്, അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ പേരക്കുട്ടികൾക്ക് ഉപയോഗപ്പെടും. ഗ്രാൻഡ് ചിൽഡ്രൻ മേ ബി യൂസ്ഫുൾ, ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ മൈ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു. വൺ ഡേ പോളിയ സാറ്റ് ഡൗൺ ടു വർക്ക്. ഒരു ദിവസം പോളിയ ജോലിക്കിരിക്കുകയാണ്. ഷീ ഹാഡ് ടു മെൻഡ് എ ജാക്കറ്റ് ഫോർ ഇവാൻ. ഇവാൻ്റെ ഒരു ജാക്കറ്റ് മെൻഡ് ചെയ്യാനുണ്ട്, ക്ലിയർ ആക്കാനുണ്ട്, അതിൽ കുറച്ച് കീറലുകളൊക്കെ ശരിയാക്കാനുണ്ട്. ദി സ്ലീവ് വാസ് ടോൺ. അതിൻ്റെ കൈ എന്ത് ചെയ്തിട്ടുണ്ട്? കീറിയിട്ടുണ്ട്. സോ പോളിയ സാറ്റ് ഡൗൺ അറ്റ് ദി ടേബിൾ, ടുക്ക് അപ്പ് ഹെർ നീഡിൽ ആൻഡ് പുട്ട് ഹെർ ഹാൻഡ് അണ്ടർ ദി ജാക്കറ്റ്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഒരു ടേബിളിൽ ഇരുന്നിട്ട് സൂചി നൂലൊക്കെ എടുത്തു. എന്നിട്ട് പുട്ട് ഹെർ ഹാൻഡ് അണ്ടർ ദി ജാക്കറ്റ്, അത് അദ്ദേഹത്തിൻ്റെ ആ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ടു. ഷീ ഹേർഡ് സംതിങ് റെസ്ലിംഗ്. എന്തോ കിലുങ്ങുന്ന അല്ലെങ്കിൽ എന്തോ ഒരു ശബ്ദം ആ പോക്കറ്റിൽ എന്തോ സാധനം ഉണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. മേ ബി ദർ ഈസ് മണി ഇൻ ദർ. അവൾ എന്താ കരുതിയത്? പോളിയ തോട്ട് അത് പണമായിരിക്കുമെന്നാണ് പോളിയ കരുതിയത്. അവൾ അതെടുത്തു.
ഷീ ലുക്ക്ഡ് ഇൻസൈഡ് ആൻഡ് ഫൗണ്ട് എ ലെറ്റർ. പക്ഷെ നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഇറ്റ്സ് എ ലെറ്റർ, ഒരു കത്താണ്. ഇറ്റ് വാസ് എ നൈസ് ക്ലീൻ വൺ, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കത്തായിരുന്നു അത്. ഇറ്റ്സ് എ നൈസ് ആൻഡ് ക്ലീൻ വൺ വിത്ത് എ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്, വളരെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലുള്ള. ദി പേപ്പർ സ്മെൽഡ് ഓഫ് പെർഫ്യൂം, ആ പേപ്പർ എന്താണ്? പെർഫ്യൂമിൻ്റെ മണമായിരുന്നു. സ്മെൽഡ് ഓഫ് പെർഫ്യൂം. ആൻഡ് ഇറ്റ് വാസ് ഇൻ എ ബ്ലൂ എൻവലപ്പ്, അതൊരു നീല എൻവലപ്പിലായിരുന്നു, ഒരു നീല കവറിലായിരുന്നു ആ കത്ത്. പോളിയ ബിക്കെയിം പെയിൽ, ഈ കത്ത് കണ്ടപ്പോൾ പോളിയ ബിക്കെയിം പെയിൽ, ആകെ വിളറി വെളുത്തു. വാസ് ഇവാൻ ഇൻ ലവ് വിത്ത് അനദർ വുമൺ, ഇവാന് വേറെ ഏതെങ്കിലും പെൺകുട്ടികളുമായി സ്നേഹത്തിലാണോ? ഇസ് ഹി ഇൻ ലവ് വിത്ത് അനദർ വുമൺ? Was he exchanging love letter with well educated ladies and making fun of his poor illiterate wife? Was he exchanging love letters with well educated ladies? വളരെ വിദ്യാസമ്പന്നരായ സ്ത്രീകളുമായി ലവ് ലെറ്റേഴ്സ് കൈമാറ്റം ചെയ്യുന്നുണ്ടോ അദ്ദേഹം? ആൻഡ് മേക്കിംഗ് ഫൺ ഓഫ്, കളിയാക്കുകയാണോ ഹിസ് പുവർ ഇല്ലിറ്ററേറ്റ് വൈഫ്, തൻ്റെ ഈ പാവപ്പെട്ട അക്ഷരാഭ്യാസമില്ലാത്ത ഈ ഭാര്യയെ അവൻ കളിയാക്കുകയാണോ, അവൻ ചതിക്കുകയാണോ എന്നൊക്കെ അവൾ ചിന്തിച്ചു. പോളിയ ലുക്ക്ഡ് അറ്റ് ദി എൻവലപ്പ്, ടുക്ക് ഔട്ട് ദി ലെറ്റർ ആൻഡ് അൺഫോൾഡഡ് ഇറ്റ്. പോളിയോ ആ കത്തെടുത്തു, ലെറ്റർ എടുത്തു, എന്നിട്ട് അൺഫോൾഡഡ് ഇറ്റ്, അത് അൺഫോൾഡ് ചെയ്തു, അത് തുറന്നു നോക്കി. ബട്ട് സിൻസ് ഷീ വാസ് ഇല്ലിറ്ററേറ്റ്, അവൾക്ക് ഒന്നും വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഹൗ കുഡ് ഷീ റീഡ് ഇറ്റ്, എങ്ങനെ വായിക്കും അവൾ? For the first time in her life, Polia was sorry that she had not learned how to read and write. അന്ന് ആദ്യമായിട്ട് എഴുത്തും വായനയും അറിയാത്തതിൽ, പഠിക്കാത്തതിൽ അവൾക്ക് സങ്കടം തോന്നി. Even though it is somebody else's letter, എന്തായാലും അത് ആരുടെയോ ലെറ്റർ ആണെന്ന് അവൾക്ക് മനസ്സിലായി. She thought, I have got to know what is in it. ഇതിലെന്താണ് എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്, ഒരു പക്ഷേ ഇതെൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചേക്കാം. മേ ബി ഇവാൻ ലവ്സ് അനദർ വുമൺ, മേ ബി ഒരു പക്ഷേ ഇവാൻ വേറൊരു സ്ത്രീയെ സ്നേഹിച്ചിട്ടുണ്ടാവാം. ഐ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദി കൺട്രി ആൻഡ് വർക്ക് ആസ് എ പെസൻ. ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ പഴയ ആ ഒരു കൃഷിക്കാരിയായിട്ട് ജീവിക്കാം എന്ന് ഞാൻ തീരുമാനിക്കാം. പോളിയോ സ്റ്റാർട്ടഡ് ടു ക്രൈ, പോളിയോ കരയാൻ തുടങ്ങി. ആൻഡ് ബിഗാൻ തിങ്കിങ് അബൌട്ട് ഹൗ ഇവാൻ സീംഡ് ടു ഹാവ് ചേഞ്ച്ഡ് ലേറ്റ്ലി. അവളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഈ അടുത്ത കാലത്തായിട്ട് ഇവാൻ വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. ഹി സീംഡ് ടു ബി ടേക്കിംഗ് മോർ കെയർ ഓഫ് ഹിസ് മൊസ്റ്റാഷ് ആൻഡ് ഹിസ് ക്ലോത്ത്സ്. ഈ അടുത്ത കാലത്തായി തൻ്റെ വസ്ത്രങ്ങളും മീശയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവാൻ എന്നൊക്കെ അവൾ ചിന്തിച്ചു. പോളിയ സാറ്റ് ലുക്കിംഗ് അറ്റ് ദി ലെറ്റർ. പോളിയ കത്തും പിടിച്ചിങ്ങനെ ഇരുന്നു, കുരങ്ങൻ്റെയൊക്കെ പൂമാല കിട്ടിയ പോലെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ കത്തും പിടിച്ചിരുന്നു. ഷീ കെപ്റ്റ് ക്രൈങ് ആൻഡ് സ്നിഫിങ്. അവൾ കരയാൻ തുടങ്ങി, സ്നിഫ് ചെയ്യാൻ തുടങ്ങി, മൂക്കൊക്കെ ചീറ്റി കരയാൻ തുടങ്ങി. ബട്ട് ഷീ കുഡ് നോട്ട് റീഡ് ഇറ്റ് അറ്റ് ഓൾ. പക്ഷേ അവൾക്ക് ആ കത്ത് വായിക്കാൻ സാധിച്ചിരുന്നില്ല. ടു ഷോ ഇറ്റ് ടു സം വൺ എൽസ് വുഡ് ബി അൺതിങ്കബിൾ. ഇത് മറ്റുള്ള ആരെങ്കിലും കാണിക്കുക എന്നുള്ളത് എന്താണ്? ഇറ്റ്സ് അൺതിങ്കബിൾ, ചിന്തിക്കാനും പോലും പറ്റാത്തതായിരുന്നു. പോളിയ ഹിഡ് ദി ലെറ്റർ ഇൻ ഹെർ കബോർഡ്. പോളിയ ആ കത്ത് തൻ്റെ കബോർഡിൽ ഒളിപ്പിച്ചു വെച്ചു. ഫിനിഷ്ഡ് സ്യൂയിങ് ദി ജാക്കറ്റ് ആൻഡ് വെയിറ്റഡ് ഫോർ ഇവാൻ ടു കം ഹോം. പോളിയോ ജാക്കറ്റൊക്കെ തുന്നി ഇവാൻ വരുന്നതും കാത്തിരുന്നു. വെൻ ഹി റിട്ടേൺ, പോളിയോ ഡിഡ് നോട്ട് ലെറ്റ് ഹിം നോ ദാറ്റ് എനിത്തിങ് ഹാഡ് ഹാപ്പൻഡ്. എന്താ സംഭവിച്ചത് ഒന്നും അറിയിക്കാതെ ഇവാനെ അറിയിച്ചില്ല പോളിയോ. ഓൺ ദി കോൺട്രാറി, പക്ഷേ നേരെ മറിച്ച്, ഇൻ എ കാം ആൻഡ് ഈവൻ വോയിസ് ഷീ ടോൾഡ് ഹെർ ഹസ്ബൻഡ് ദാറ്റ് ഷീ ഹാഡ് നത്തിങ് അഗെയിൻസ്റ്റ് ഡൂയിങ് എ ലിറ്റിൽ സ്റ്റഡിങ് ആൻഡ് ദാറ്റ് ഷീ വാസ് ഫെഡ് അപ്പ് വിത്ത് ബീയിങ് ആൻ ഇഗ്നോറൻറ്റ് ഇല്ലിറ്ററേറ്റ് പെസൻറ്റ്. അവൾ അതൊന്നും കാണിക്കാതെ പറഞ്ഞു, എനിക്ക് പഠിക്കണം, ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ട് ഇരിക്കാൻ എനിക്ക് ഇനി താല്പര്യമില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നവൾ ഇവാനോട് പറഞ്ഞു. ഇവാൻ നിക്ലോയിച്ച് വാസ് ഓവർ ജോയ്ഡ് ടു ഹിയർ ഇറ്റ്. ഇത് കേട്ടപ്പോൾ ഇവാൻ നിക്ലോയിച്ച് ബിക്കെയിം വെരി വെരി ഹാപ്പി. ദാറ്റ് ഈസ് ജസ്റ്റ് ഫൈൻ, അത് നല്ലതാണ്. ഐ മൈസെൽഫ് വിൽ ടീച്ച് യു ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. ഞാൻ നിന്നെ എഴുത്തും വായനയും പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. ഓൾ റൈറ്റ്, ഗോ അഹെഡ് സെറ്റ് പോളിയ ആസ് ഷീ സ്റ്റാർട്ടഡ് ഫിക്സഡ്ലി അറ്റ് ഇവാൻസ് ക്ലിപ്പ്ഡ് ലിറ്റിൽ മൊസ്റ്റാഷ്. തൻ്റെ ആ ഇവാൻ്റെ ആ ചെറിയ മൊസ്റ്റാഷ് നോക്കിയിട്ട് അവൾ ഓക്കെ പറഞ്ഞു. ഫോർ 2 സൈലൻറ്റ് മന്ത്സ് പോളിയ സ്റ്റഡീഡ് എവരി ഡേ.
2 മാസത്തോളം പോളിയോ ദിവനേന പഠിച്ചു. ഷീ പേഷ്യൻ്റ്ലി പുട്ട് ടുഗദർ ദി വേർഡ്സ്, അക്ഷരങ്ങൾ അടുക്കി വെക്കാൻ അവൾ ക്രമേണ പഠിച്ചു. ലേൺ ടു ഫോം ദി ലെറ്റേഴ്സ്, വാക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചു. ആൻഡ് മെമ്മറൈസ് സെൻറ്റൻസുകൾ മനസ്സിലാക്കാൻ പഠിച്ചു. എവരി ഈവനിങ് ഷീ ടുക്ക് ദി ട്രഷർ ലെറ്റർ ഔട്ട് ഓഫ് ദി കബോർഡ് ആൻഡ് ട്രൈഡ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് സീക്രട്ട് മീനിങ്. എല്ലാ ദിവസവും അവൾ എന്ത് ചെയ്യും, ആ കത്തെടുക്കും, എന്നിട്ട് അതിലെ വാക്കുകൾ അവൾ വായിക്കാൻ ശ്രമിക്കും. ബട്ട് ഇറ്റ് വാസ് നോ ഈസി ജോബ്, പക്ഷേ അത് അത്ര എളുപ്പമായിരുന്നില്ല. ഇറ്റ് വാസ് ദി 3rd month ബിഫോർ പോളിയോ ലേൺഡ് ഹൗ ടു റീഡ്. പോളിയോ വായിക്കാൻ തുടങ്ങിയതിൻ്റെ 3-ാം മാസം, 1 morning when ഇവാൻ നിക്ലോവിച്ച് ഹാഡ് ഗോൺ ഓഫ് ടു വർക്ക്, ഇവാൻ നിക്ലോവിച്ച് ജോലിക്ക് പോയപ്പോൾ പോളിയോ ടുക്ക് ദി ലെറ്റർ ഔട്ട് ഓഫ് ദി കബോർഡ് ആൻഡ് സ്റ്റാർട്ടഡ് റീഡിങ് ഇറ്റ്. പോളിയോ കത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. 3 മാസങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് കത്ത് വായിക്കാൻ സാധിച്ചത്. കത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. എന്തായിരുന്നു ആ കത്തിൽ? ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹെർ ടു അണ്ടർസ്റ്റാൻഡ് ദി സ്മോൾ ഹാൻഡ് റൈറ്റിംഗ്. സ്മോൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരുന്നു അവൾക്ക്. ബട്ട് ദി സ്ലൈറ്റ് സെൻറ്റ് ഓഫ് പെർഫ്യൂം ഫ്രം ദി പേപ്പർ പുഷ്ഡ് ഹെർ ഓൺ. പക്ഷേ ആ പെർഫ്യൂമിൻ്റെ മണം അവളെ ആ കത്ത് വായിക്കാൻ ചെയ്തു, പ്രേരിപ്പിച്ചു. ദി ലെറ്റർ വാസ് അഡ്രസ്ഡ് ടു ഇവാൻ നിക്ലോവിച്ച്. ആ ലെറ്റർ ഇവാനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ലെറ്ററായിരുന്നു. എന്തായിരുന്നു ആ ലെറ്ററിൽ? ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തെ, ഐ ആം സെൻഡിങ് യു ദി ബുക്ക് ഐ പ്രോമിസ്ഡ്. നീ പറഞ്ഞ പുസ്തകം ഞാനിതാ നിനക്ക് അയച്ചു തരുന്നു. ഐ തിങ്ക് ദാറ്റ് യുവർ വൈഫ് ഷുഡ് ബി ഏബിൾ ടു ലേൺ ഹൗ ടു റീഡ് ഇൻ 2 or 3 months. 2-3 മാസത്തിനുള്ളിൽ നിൻ്റെ ഭാര്യ എഴുത്തും വായനയും പഠിക്കും. പ്രോമിസ് മീ ഓൾഡ് ബോയ് ദാറ്റ് യു വിൽ മേക്ക് ഹെർ ഡു ഇറ്റ്. നിന്നെക്കൊണ്ട് അതിന് സാധിക്കും, അവളെ കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കും. എക്സ്പ്ലെയിൻ ടു ഹെർ, മേക്ക് ഹെർ ഫീൽ ഹൗ ഡിസ്ഗസ്റ്റിംഗ് ഇറ്റ് ഈസ് ടു ബി ആൻ ഇല്ലിറ്ററേറ്റ് വുമൺ. ഒരു ഇല്ലിറ്ററേറ്റ് വുമൺ ആയിരിക്കുന്നതിൻ്റെ എത്ര മോശമാണ് എന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കാൻ നിനക്ക് സാധിക്കും. മേക്ക് ഷുവർ യു ഡോണ്ട് ഫോർഗെറ്റ് ടു ടീച്ച് ഹെർ ടു റീഡ് ആൻഡ് റൈറ്റ് ഇവാൻ നിക്ലോവിക്. മേക്ക് ഷുവർ യു ഡോണ്ട് ഫോർഗെറ്റ് ടു ടീച്ച് ഹെർ ടു റീഡ് ആൻഡ് റൈറ്റ് ഇവാൻ നിക്ലോവിക്. നീ ഒരിക്കലും മറക്കരുത് അവളെ കൊണ്ട് അത് പഠിപ്പിക്കുന്ന കാര്യം. വിത്ത് ഗ്രീറ്റിംഗ്സ് മറിയ, സ്നേഹപൂർവ്വം മറിയ. പോളിയോ റീഡ് ദിസ് ലെറ്റർ ത്രൂ ട്വൈസ്. 2 പ്രാവശ്യം വായിച്ചു പോളിയത്. ദെൻ പ്രസ്സിങ് ഹെർ ലിപ്സ് ടുഗദർ സാഡ്ലി ആൻഡ് ഫീലിംഗ് സംഹൗ സീക്രറ്റ്ലി ഇൻസൾട്ടഡ് ഷീ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അവൾ സ്വയം പൊട്ടിക്കരഞ്ഞു പോയി. ഇത് തന്നെ പറ്റിക്കാൻ ഇവാൻ ചെയ്തതാണ്, തന്നെ പഠിപ്പിക്കാൻ ഇവാൻ്റെ പണിയാണ് എന്ന് മനസ്സിലാക്കിയ പോളിയോ ആകെ ഇൻസൾട്ടഡായിട്ടും താൻ ഇതുവരെ ഒന്നും പഠിക്കാത്തതിലുള്ള ആ സങ്കടത്തിലും അവൾ പൊട്ടിക്കരഞ്ഞു പോയി. ഹിയർ വി ക്യാൻ സ്റ്റോപ്പ് അവർ ക്ലാസ് ടുഡേ. Tomorrow we can discuss our remaining parts. Okay, thank you.